വന്തു ഇന്നെന്താ കഴിക്കാൻ? ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ആയി ശരി, വാ നമുക്ക് വാങ്ങാൻ പോവാം. ഓക്കേ. വന്തു എല്ലാ സാധനവും കിട്ടിയോ? ഇല്ല, നമുക്ക് ഇനി ചിക്കനും കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക്. ഓക്കെ, ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങി, ഇനി ചിക്കനും കൂടി. വന്തു ഇതാ എന്തൊക്കെയാ ചെയ്യുന്നേ? നമുക്ക് ചിക്കൻ നമുക്ക് അതിന് സെറ്റാക്കി വയ്ക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിനി 3 സ്പൂൺ കോൺഫ്ലവർ വേണം. അതാദ്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 3 സ്പൂൺ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ടാ മതിയേ. ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ അളവിൽ നമ്മളെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 30 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. വന്തു കൈ കഴുകിയായിരുന്നോ? വന്തു ഇതൊക്കെ സെറ്റായോ? സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ചിക്കൻ പൊരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ലോ, 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പൊ നമ്മളത് സെറ്റാക്കി എടുത്തോണ്ടിരിക്കുന്നു. ഇത് ലാസ്റ്റ് ആണ് കേട്ടോ വറുക്കുന്ന സെക്ഷൻ. അപ്പൊ ഗൈസ്, നമ്മളിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ 4 ഗ്ലാസ് അരിയിൽ 8 ഗ്ലാസ് വെള്ളം എടുത്ത് വേവിച്ച് വെച്ചേക്കുന്ന ഇതാണ് കേട്ടോ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും വേണ്ട ഐറ്റംസ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് ക്യാപ്സിക്കം, ക്യാരറ്റ്, വെളുത്തുള്ളി, പിന്നെ ജിഞ്ചർ, ഇത് സ്പ്രിംഗ് ഓണിയൻ, ഇത് ബീൻസ്, ക്യാബേജ്, ഇത് ഒനിയൻ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചില്ലി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എണ്ണയ്ക്കൊക്കെ ഭയങ്കര കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൊരിച്ച ആ ചിക്കൻ്റെ എണ്ണ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുവാണ് കേട്ടോ. നമ്മൾ ചില്ലി ചിക്കൻ്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എടുത്ത് ഇതാണ് കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം റെഡിയാക്കി ഇത് ചിക്കൻ ഇട്ട് റെഡിയാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ജിഞ്ചറും കൂടി ഇടണം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ. ഇതെല്ലാം കൂടി ഒരുമിച്ചായതുകൊണ്ട് എന്തൊക്കെയോ കൂടെ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കറക്റ്റായി മുരിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള എടുക്കുമ്പോൾ കൂടെ ക്യാപ്സിക്കം ഒക്കെ പോരുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ക്യാപ്സിക്കം ഇടുക കേട്ടോ. എല്ലാം പെട്ടെന്ന് അതാണ്. കാരണം ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വേഗം വേഗം ചെയ്യണം മാക്സിമം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റ് വരണം നന്നായിട്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുന്നത്. ചേട്ടൻ ഇങ്ങനെ കാറ്ററിംഗ് വർക്കിനൊക്കെ പോകുമ്പോൾ അതവിടെ ഉണ്ടാക്കുന്നതല്ലാതെ
നമ്മളിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഇങ്ങനെയാണ് അരിയേണ്ടത്. നമ്മളത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഏകദേശം ഇതായി വരുന്നുണ്ട്. ഇതായിട്ടെടുക്കാം. നമ്മുടെ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് സോസുകളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചില്ലി സോസ് ഇടുന്നില്ല. ടൊമാറ്റോ സോസും സോയാ സോസും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എടുക്കൂ. ചില്ലി സോസ് ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഗ്രേവി, നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ എടുത്തിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ, ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ശരിക്കും ചില്ലി ചിക്കൻ അധികം ഗ്രേവി വേണ്ട, എന്നാലും ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. അധികം ഗ്രേവി ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. കാരണം സോസുകളിലും ചിക്കൻ വറുത്തപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, ഓവറാകരുത്. നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മിക്സ് ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കണം കുറച്ച് സ്പ്രിങ് ഓണിയൻ ഉണ്ട്, അതൊന്നും പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ മല്ലിച്ചപ്പെന്നോ മല്ലിയിലെന്നോ എന്തും പറയാം, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുക കേട്ടോ. ഫ്ലോപ്പ് ആയോ ഇല്ലെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ്, ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ഇളക്കി എടുക്കണം. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് അതിൻ്റെ മാറും. അപ്പോൾ ചൂടോടുകൂടി ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ കഴിക്കാം. നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനുള്ള ടൈമായി. നമ്മളിത് ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ ഇതിലേക്ക്. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മളുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് വലിയ ഉരുളിയാണ് കേട്ടോ എടുത്തേക്കണേ. കാരണം നമുക്കറിയില്ല, വേറെ പാത്രമൊന്നും ഇല്ല ഇവിടെ, പിന്നെ തികയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ക്യാബേജ് നമ്മളുടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈഡ് റൈസും അതേപോലെ വയ്ക്കാം കേട്ടോ. കഴിക്കുമ്പോൾ അറിയാം എങ്ങനെയാണ്. ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എൻ്റെ ചേട്ടൻ അരിഞ്ഞ് തന്നതാണ് കേട്ടോ.
ഞാൻ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ഫാമിലി ഫുള്ള് ഹെൽപ്പ് ചെയ്താണ് കേട്ടോ. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്യാമറ ചെറുതായിട്ട് തിരിച്ചിട്ട് ഇതിൻ്റെ പരിപാടി ചേട്ടന് കൈമാറി കേട്ടോ, എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട്. നമ്മൾ ചോറും ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ അരി കുറച്ച് ഫ്ലോപ്പായിരുന്നു, പശയുള്ള അരിയാണ് നമുക്ക് കിട്ടിയത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ. ഇത് മൊത്തത്തിൽ മിക്സ് ആക്കുകയാണ്. കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ചൂടുണ്ടേ. കൊള്ളാം. ഞാൻ വിചാരിച്ചാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അരി ഫ്ലോപ്പായപ്പോൾ കരുതി പോയിന്ന് തീർന്നെന്ന് കരുതി. പക്ഷെ ചില്ലി ചിക്കൻ അതിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ.